സിമ്പിളായിട്ട് അട്രാക്ഷൻ പെട്ടെന്ന് മാഞ്ഞു പോകണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ എത്ര ഗുഡ് ലുക്കിംഗ് ആണെങ്കിലും എന്തിട്ടൊക്കെ തേകയാണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ അട്രാക്ഷൻ പോകും. അതിപ്പോൾ ഗേൾ ആയാലും ബോയ് ആയാലും. സോ ഞാൻ ഈ പറയാൻ കുറച്ച് കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക, മാക്സിമം ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് തിങ് ഇസ് ബീങ് ടു അവൈലബിൾ. അതായത് നിങ്ങൾ അവരെന്ത് കാര്യത്തിന് വിളിച്ചാലും, ഇപ്പോൾ അതിപ്പോൾ ആൺകുച്ചായിക്കോട്ടെ പെൺകുച്ചായിക്കോട്ടെ, അവരെന്ത് കാര്യത്തിന് വിളിച്ചാലും, എപ്പോൾ മെസ്സേജ് അയച്ചാലും എപ്പോൾ വിളിച്ചാലും നിങ്ങളെപ്പോഴും അവൈലബിൾ ആയിരിക്കരുത്. നിങ്ങൾ ഓൾറെഡി ഇത് കുറേ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ ഒരു മാനിപ്പുലേറ്റീവ് രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മാനിപ്പുലേറ്റീവ് രീതിയിലല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചെയ്യാൻ കാര്യങ്ങളുണ്ട് ദിവസത്തിൽ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്റ്റഡീസിനോടാണെങ്കിൽ സ്റ്റഡീസോ, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് ഫോക്കസുകൾ വെക്കുക. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഗേൾ ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും അവരെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ട്രീറ്റ് ചെയ്ത് വെച്ചാൽ അവരെ കൺസിഡർ ചെയ്യും. ഓക്കെ, ട്രീറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് വാക്കായിരുന്നു. സോ അവരങ്ങനെ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും. അവർക്കും നിങ്ങളൊരു കുറച്ച് വില ഉണ്ടാവും. സെക്കൻഡ് തിങ് ഈസ് ഓവർ എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അവർക്കത് ഇഷ്ടമില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. എന്നിട്ട് അവരതൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു കൻ ബി ലൈക്ക് ഓക്കെ ഫൈൻ, ഇതാണ് നിങ്ങളുടെ, എനിക്ക് മനസ്സിലായി, ഇതാണ് നിങ്ങൾക്ക് വിഷമമായി, എനിക്ക് മനസ്സിലായി. സോ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം ടു അവോയ്ഡ് ദാറ്റ് ആൻഡ് ഐ എം റിയലി സോറി. ഇത്രയും നിങ്ങൾ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ബി ലൈക്ക് ഓക്കെ ഫൈൻ, ബൈ ബൈ, ആ ഒരു ബൈറ്റിൽ നിൽക്ക്. ഓക്കെ, അല്ലാണ്ട് ലൈക്ക് എന്താ പറയുക, സോറി എന്ന് പറഞ്ഞാൽ കുറേ സോറി പറഞ്ഞ പുറകെ പോയി. ലിസൺ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ ഒരു 60% നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് നിങ്ങളോടൊപ്പം ഫ്യൂച്ചറിലേക്ക് ലൈക്ക് ആ ഒരു വരുന്ന വർഷങ്ങളാണെങ്കിലും എല്ലാം സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ആൻഡ് നിങ്ങൾ എന്തോരം നാൾ അവരുടെ ഒപ്പം മുന്നോട്ട് പോകുന്നു അത്രയും തന്നെ നിങ്ങൾക്ക് ആ ഒരു എൻഡ് വരുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. സോ മേക്ക് ദ ഹാർഡ് ഡിസിഷൻ റൈറ്റ് നൗ. ഭാവിയിൽ കുറേ വിഷമിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ദ ഹാർഡ് ഡിസിഷൻ റൈറ്റ് നൗ. സോ നിങ്ങൾ ഇത്രയൊക്കെ കണ്ടിരുന്നെങ്കിൽ ഫോളോ അടിക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫോളോ അടിച്ചോ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.